കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന് ഒരു കാലത്തും ശമനമില്ല. അതിൻ്റെ ഇക്വേഷൻ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. നേതാക്കൾ മാറുമ്പോൾ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, പുതിയ രാഷ്ട്രീയം വരുമ്പോൾ പുതിയ ഗ്രൂപ്പുകൾ രൂപപ്പെടുകയാണ്. അതുകൊണ്ടാണ് പുനഃസംഘടനാ തർക്കങ്ങൾക്കിടെ പഴയ വിശാലായ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാൻ സംസ്ഥാന കോൺഗ്രസിൽ നീക്കം നടക്കുന്നത്. ചെന്നിത്തല പക്ഷത്തിന് പിന്തുണയുമായി വി.ഡി. സതീശൻ വിരുദ്ധ നിലപാടുകാരായ കെ. സുധാകരനും കെ. മുരളീധരനും രംഗത്ത് വന്നു കഴിഞ്ഞു. ചാണ്ടി ഉമ്മനോട് താല്പര്യം കാട്ടാത്ത പഴയ എ ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാടും ശ്രദ്ധേയമാവുകയാണ്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം നമ്മൾ നേരത്തെ പറഞ്ഞതും അതാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം എല്ലാ കാലത്തും അതിൻ്റെ ഈ ഇക്വേഷൻ എല്ലാം മാറുകയാണ്. ഇപ്പോൾ ഈ ചെന്നിത്തല വിഭാഗം, അതേപോലെ തന്നെ മുരളീധരൻ, അതേപോലെ തന്നെ കെ. സുധാകരൻ, ഇവരൊക്കെ യോജിച്ച് ഒരു അച്ചുതണ്ടാകാൻ പോകുന്നു എന്നുള്ള പുതിയ ഗ്രൂപ്പ് സമവാക്യം എങ്ങനെ വിലയിരുത്താം വിനീഷ്? തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ ശക്തമായ നിലപാടുമായി അല്ലെങ്കിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ വി.ഡി. സതീശന് സാധിക്കുന്നു. അതിൽ അമർഷം കൊണ്ട നേതാക്കളാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് വി.ഡി. സതീശൻ പക്ഷം ആരോപിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിനുള്ളിൽ AI ഗ്രൂപ്പുകൾ സജീവമാകുന്നു. അതേസമയം തന്നെ എ ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന പഴയ എ ഗ്രൂപ്പ് നിലവിലെ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. ചാണ്ടി ഉമ്മൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മന് അനുകൂല നിലപാടെടുക്കാൻ മറ്റു നേതാക്കൾ രംഗത്തെത്താത്ത സാഹചര്യം. പക്ഷേ ചാണ്ടി ഉമ്മൻ അനുകൂലമായ ചെറിയ തോതിലെങ്കിലും നിലപാട് സ്വീകരിച്ചത് കെ. സുധാകരനും കെ. മുരളീധരനും മാത്രമാണ്. മറ്റ് പഴയ എ ഗ്രൂപ്പുകാർ ഇപ്പോഴും നിർജീവമായി ഇരിക്കുന്ന ഒരു സാഹചര്യം. കെ സി ജോസഫ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും നിർജീവമായി ഇരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഐ ഗ്രൂപ്പ് പക്ഷത്ത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പ്രത്യേകിച്ച് വി.ഡി. സതീശന് സാധിക്കുന്ന ഘടകത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് പാർട്ടിക്കുള്ളിൽ വി.ഡി. സതീശൻ പക്ഷം ശക്തിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ പോലും വി.ഡി. സതീശൻ പക്ഷം തന്നെ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതേസമയം എതിർപക്ഷത്ത് രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ രമേശ് ചെന്നിത്തല പക്ഷവും വി.ഡി. സതീശൻ പക്ഷവും അങ്ങനെ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലടക്കം സജീവമായി നില ഉറപ്പിക്കാനായി അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കൂടെ കൂടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിൽ പ്രത്യേകിച്ച് വി.ഡി. സതീശന് സാധിച്ചു. കൂടുതൽ നേതാക്കളെ ഒപ്പം അടുപ്പിക്കാൻ വി.ഡി. സതീശന് സാധിച്ചു. പ്രത്യേകിച്ച് ഷാബി പറമ്പിൽ ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സജീവമായി തന്നെ കൂട്ടുനിന്ന് നിർത്താൻ വി.ഡി. സതീശന് സാധിച്ചു. ഇനി വി.ഡി. സതീശന്റെ ലക്ഷ്യം കോൺഗ്രസിലെ അടക്കം പറച്ചിൽ ഇത്തരത്തിലാണ്. ഇനി വി.ഡി. സതീശന്റെ ലക്ഷ്യം ഇത്തരത്തിലാണ്. സംഘടനാ തലത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ ശക്തമായ സാന്നിധ്യമായി മാറണമെങ്കിൽ കെ. സുധാകരനെതിരെ ഒളിയമ്പ് നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് വി.ഡി. സതീശൻ പക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. കെ. സുധാകരനെതിരെ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ പാർട്ടിയിൽ കൂടുതൽ ശക്തനായി മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ. നിലവിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഒപ്പം കൂട്ടാൻ ഇപ്പോൾ നിലവിൽ വി.ഡി. സതീശന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AI ഗ്രൂപ്പുകളുടെ മുൻ സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് നിലപാടുകളിൽ പോലും നേതാക്കൾ മാറി നിൽക്കുന്ന സാഹചര്യം. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം AI ഗ്രൂപ്പുകൾ സജീവമാകുന്നതായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ സജീവ സാന്നിധ്യമായി AI ഗ്രൂപ്പുകൾ മാറുന്നു. പഴയ AI ഗ്രൂപ്പുകളല്ല, പുതിയ സമവാക്യങ്ങൾ, പുതിയ യുവനിര നേതാക്കൾ, അവർ പഴയ നേതാക്കൾക്ക് പാത പിന്തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് AI ഗ്രൂപ്പുകൾ സജീവമാകുന്നതും രമേശ് ചെന്നിത്തല സജീവമായിക്കൊണ്ട് ഒരു പാളയത്തിന്റെ ഭാഗമാകുന്നതും മറുപാളയത്തിന്റെ ഭാഗമായി വി.ഡി. സതീശനും കോൺഗ്രസിനുള്ളിൽ രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചാണ്ടി ഉമ്മൻ്റെ നിലപാടിൽ വന്നിരിക്കുന്ന മാറ്റം, പ്രത്യേകിച്ചും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആ വേളയിൽ ചാണ്ടി ഉമ്മൻ അവിടെ പ്രചാരണത്തിന് പോയില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചാണ്ടി ഉമ്മന് ഈ പുതിയ ഗ്രൂപ്പ് രീതിയിൽ എങ്ങോട്ടേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനംമാറ്റം? അതും കൂടി ഒന്ന് വിശദമാക്കാമോ വിനീഷ്?
തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ പരസ്യമായി തന്നെ നേതാക്കൾക്കെതിരെ പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് VD സതീശനെതിരെ തന്നെ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം. തനിക്ക് പാലക്കാട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് സംഘടനാപരമായ ഒരു സ്ഥാനവും നൽകിയില്ല എന്ന പരസ്യ പ്രതികരണവുമായി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയത്. അതേസമയം തന്നെ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ ചില പഴയ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന എ ഗ്രൂപ്പ് നേതാക്കൾ പരസ്യമായി തന്നെ ചാണ്ടി ഉമ്മനെ അനുകൂലിക്കാത്ത സാഹചര്യമുണ്ടായി. അതൊക്കെ ചാണ്ടി ഉമ്മന് വലിയ തോതിൽ തിരിച്ചടിയാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല പക്ഷം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തലയെടുത്ത് മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമാക്കാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിനുള്ളിൽ സജീവമാക്കാനുള്ള ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. VD സതീശന്റെ ലക്ഷ്യം അടുത്ത തവണ മുഖ്യമന്ത്രിയാവുകയാണ്. ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണമെങ്കിൽ തനിക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ പോലും ശക്തമായ സാന്നിധ്യമായി മാറേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലാണ് VD സതീശൻ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഒപ്പം കൂട്ടുന്നത്. ഇനി കോൺഗ്രസ് നേതാക്കളെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും കൂടി ഒപ്പം കൂട്ടി കെ സുധാകരനെതിരെ സംഘടനാ തല പടയൊരുക്കത്തിലാണ് VD സതീശൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ഒളിയമ്പുമായി പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ചാണ്ടി ഉമ്മന്റെ നിലപാടുകളിൽ പരസ്യമായ പിന്തുണ നൽകിയത് കെ സുധാകരനും കെ മുരളീധരനും മാത്രമാണ്. മറ്റു നേതാക്കളൊന്നും തന്നെ കൃത്യമായ ഒരു പിന്തുണ നൽകാത്ത സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും നിലവിൽ പൂർണ്ണമായും മറ്റൊരു സമവാക്യം കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകളുടെ മറ്റൊരു സമവാക്യം വരും ദിവസങ്ങളിൽ രൂപപ്പെടും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ ഇനി കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു വർഷം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ 1-2 വർഷം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ സമവാക്യങ്ങൾ മാറ്റിക്കൊണ്ട് സംഘടനാ തലത്തിൽ ശക്തിപ്പെടാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ സംഘടനയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ VD സതീശനും ശ്രമിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ പൂർണ്ണമായ പിടിമുറുക്കാനുള്ള ശ്രമം VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള പിന്തുണ ലഭിക്കുന്നത് VD സതീശനാണ്. പ്രത്യേകിച്ച് VD സതീശൻ പാലക്കാട് വിജയം അതിലേക്ക് നയിപ്പിച്ചത് VD സതീശന്റെ തന്ത്രങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ ശക്തി ശോഷിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല VD സതീശൻ പക്ഷത്തിലേക്ക് കാര്യങ്ങൾ കോൺഗ്രസിൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഗ്രൂപ്പ് ശരി വിനീഷ്, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പക്ഷം പിടിക്കുന്നതിനിടയിൽ പലപ്പോഴും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലുള്ള ചാഞ്ചാട്ടമോ ഒക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നത് അവർ കാണാതെ പോകുന്നുണ്ട്. മുൻപത്തെ സംബന്ധിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.